ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ഒന്നും അല്ല കേട്ടോ. ഇന്ന് നമ്മളൊരു ഹെയർ ബോ എങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ വെറും രണ്ട് പീസ് തുണിയും ഒരു പീസ് എലാസ്റ്റിക്കും മാത്രം മതി. ഇത് നമ്മൾ ഉടുപ്പ് സ്റ്റിച്ച് ചെയ്തതിൻ്റെ ബാക്കി പീസ് തുണിയാണ് കേട്ടോ. നീളത്തിലുള്ള ഒരു പീസും അതുപോലെ തന്നെ ഒരു ചെറിയ പീസ് വേറെ ഒരു കളർ തുണിയും അതുപോലെ തന്നെ ഒരു ചെറിയ എലാസ്റ്റിക് എന്ന് പറയുമ്പോൾ 1/2 ഇഞ്ചിൻ്റെ എലാസ്റ്റിക്കാണ് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. ഈ ഒരു 3 സാധനങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് നല്ല മനോഹരമായിട്ടുള്ള ഒരു ഹെയർ ബോ ഉണ്ടാക്കി നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൻ്റെ അളവുകളൊക്കെ ഞാനൊന്ന് പറയാം. ഇതൊരു നീളത്തിലുള്ള തുണിയാണ് കേട്ടോ. ഇത് ജോയിൻ്റ് ഒന്നും വന്നിട്ടില്ല. നിങ്ങൾക്കിങ്ങനെ നീളത്തിൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഫുൾ ലെങ്ത് എന്ന് പറയുന്നത് ഒരു 42 ഇഞ്ചോളം വരുന്നുണ്ട്. ആ ഒരു പീസിൻ്റെ നീളം വരുന്നത്. അതിൻ്റെ വീതി ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു 3.25 നിങ്ങൾക്കൊരു 3.5 വരെയൊക്കെ വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. ഞാനൊരു 3.25 ഇപ്പോൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ നീളം വന്നിട്ട് 42 ഇഞ്ചും വീതി വന്നിട്ട് 3.25 ഇഞ്ചുമാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഇനി നമ്മൾ രണ്ടാമത് എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു പീസ് കണ്ടോ, അതിൻ്റെ നീളം എന്ന് പറയുന്നത് 11 ഇഞ്ച് നീളമാണ്. നമ്മളൊരു ബട്ടർഫ്ലൈ പോലെ ആ ബോയുടെ മുകളിൽ വെക്കുന്നുണ്ട്, അതിനാണ്. 4.5 ഇഞ്ച് വീതിയും അതിനുണ്ട്. 11 ഇഞ്ച് നീളവും 4.5 ഇഞ്ച് വീതിയാണ് ഞാൻ തുണിക്ക് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പീസും അതിന് ആവശ്യമായിട്ടുണ്ട്. പിന്നെ നമ്മുടെ എലാസ്റ്റിക്കിൻ്റെ നീളം എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളുടെ തലയിൽ നമ്മൾ എങ്ങനെയാണോ ഹെയർ ബോ ഇടുന്നത്, ആ ബോ എങ്ങനെ ഇടുന്നതെന്നുള്ള രീതിയിൽ ടേപ്പ് വെച്ചിട്ടൊന്ന് അളന്ന് നോക്കുക. അളന്ന് നോക്കി കഴിയുമ്പോൾ നമുക്കിപ്പോൾ 18 കിട്ടുന്നതെന്ന് വയ്ക്കുക. 18 ആണെങ്കിൽ അതിൽ നിന്നൊരു 2 ഇഞ്ച് മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് 16 കിട്ടുമല്ലോ. ആ 16 ഇഞ്ച് ലെങ്ത്തിലാണ് നമ്മൾ എലാസ്റ്റിക് എടുക്കുന്നത്. നമ്മുടെ കുട്ടിയുടെ തലയുടെ അളവ് എത്രയാണെന്ന് വെച്ചാൽ ടേപ്പ് വട്ടം പിടിച്ച് നോക്കുമ്പോൾ അളവ് എത്രയാണെന്ന് വെച്ചാൽ അതിനേക്കാളും ഒരു 2 ഇഞ്ച് മൈനസ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഇത്രയും സംഭവങ്ങൾ മതി നമുക്കിത് ചെയ്യാനായിട്ട്. അപ്പം നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു നീളത്തിലുള്ള പീസ് ഉണ്ടല്ലോ, ആ പീസ് 2ആയിട്ട് മടക്കിയതിന് ശേഷം ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടതിന് ശേഷം ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഫുള്ളായിട്ടത് 1/4 ഇഞ്ചിൽ നമുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്കതൊന്ന് തിരിച്ചിടാം. അതിൻ്റെ തയ്യൽ തുമ്പ് ഉള്ളിലേക്ക് പോകണം. അപ്പോൾ ആ രീതിയിൽ അതൊന്ന് തിരിച്ചിടണം. നല്ല വശം പുറത്തേക്ക് എടുക്കുന്ന രീതിയിൽ തിരിച്ചിട്ടെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഈ ലൂപ്പ് ടേണറാട്ടോ ഉപയോഗിക്കുന്നത്. ഈ ലൂപ്പ് ടേണറിൻ്റെ വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ചാനലിലുണ്ട്. വേണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. ഇതിൻ്റെ അറ്റത്ത് ഒരു ഹുക്ക് പോലത്തെ ഒരു സംഭവമുണ്ട്. ആ സാധനം ആ തുണിയുടെ അറ്റത്തേക്കൊന്ന് പിടിപ്പിച്ചതിന് ശേഷം താഴേക്ക് വലിച്ചു കഴിയുമ്പോൾ ഇത് നല്ല ഈസി ആയിട്ട് പോരും. ഇതിപ്പോൾ ഇത്ര വലുതായതുകൊണ്ട് നല്ല ഈസി ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി വേണ്ടത് നമുക്കതൊന്ന് അയൺ ചെയ്തെടുക്കുകയാണെങ്കിൽ ഏറ്റവും നന്നായിരിക്കും. കാരണം നമ്മുടെ ആ സ്റ്റിച്ച് ചെയ്തേക്കണ ആ ഒരു ലൈൻ വരുന്നുണ്ടല്ലോ, അത് നമുക്ക് താഴേക്ക് വരുന്ന രീതിയിൽ നമ്മൾ വെച്ചിട്ട് ഒന്ന് അയൺ ചെയ്തെടുക്കുക. അത് പുറമേ കാണുമ്പോൾ ഒരു ഭംഗിയില്ലല്ലോ, അപ്പോൾ അത് താഴേക്ക് വയ്ക്കുക. അപ്പോൾ നമ്മുടെ തലയുടെ ഭാഗത്തേക്ക് അത് വരും. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മുടെ ആ എലാസ്റ്റിക് ഉണ്ടല്ലോ, എലാസ്റ്റിക് ഒന്ന് വെച്ച് അതെടുത്ത് അതിൻ്റെ മുകളിലേക്കൊന്ന് എടുത്ത് വെച്ച് നോക്കുക. അപ്പോൾ നമ്മുടെ 2 സൈഡിലും കുറച്ച് ഗ്യാപ്പ് വരുന്നുണ്ടല്ലോ, ആ ഗ്യാപ്പ് വരുന്ന ആ ഒരു വീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഏകദേശം ഒരു 1/4 ഇഞ്ചോളം സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതിയാവും. 2 സൈഡിലും അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിന് ശേഷം നമുക്ക് ഈ എലാസ്റ്റിക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റി വിടണം. ഒരു പിന്നോ എന്തെങ്കിലും സാധനങ്ങൾ വെച്ചിട്ട് ഇതൊന്ന് കയറ്റി ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റി വിടണം. അപ്പോൾ വളരെ ഈസിയാണ്, നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. നമ്മുടെ ഉടുപ്പിൻ്റെ മാച്ചിങ് തുണിയും കൂടെ ആണെങ്കിൽ കുട്ടികളുടെ ഉടുപ്പും അതുപോലെ തന്നെ ഈ ഒരു ബോയും കൂടെ വയ്ക്കുമ്പോൾ നല്ല രസമായിരിക്കും കാണാനായിട്ട്. അപ്പോൾ നമ്മളിത് ഫുള്ളായിട്ട് കയറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡൊന്ന് ജോയിൻ ചെയ്തെടുക്കണം. ഒരു ഡബിൾ സ്റ്റിച്ച് 2-3 സ്റ്റിച്ചൊക്കെ കൊടുത്തിട്ട് ഇതൊന്ന് സെക്യൂർ ചെയ്യുക. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും ഒന്ന് അടിച്ചെടുക്കുക. അത് അടിച്ചെടുത്തതിന് ശേഷം ആ ഒരു പ്ലീറ്റ്സൊക്കെ നന്നായിട്ട് ഇട്ടേച്ചാൽ മതി. അപ്പോൾ 2 സൈഡും ആദ്യം ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ ഞാനിവിടെ 2 സൈഡും അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ആ ഒരു പ്ലീറ്റ് ഇട്ട് വെച്ചേക്കുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ, ഞൊറിവുള്ള, അതെല്ലാം നല്ല രീതിയിലൊന്ന് സെറ്റ് ചെയ്തതിന് ശേഷം
ആ 2 പീസും കൂടെ യോജിപ്പിച്ച് വെച്ചിട്ട് ഒന്ന് അടിക്കുക. ഒന്നിൻ്റെ മുകളിൽ വെച്ചിട്ട് അടിക്കുക. ഇത് നമ്മുടെ മുകളിൽ വരുന്നത് കൊണ്ട് കാണില്ല. അതുകൊണ്ട് അത് വേറെ ഒന്നും ചെയ്യേണ്ട, അങ്ങനെ തന്നെ ഇരുന്നേച്ചാൽ മതി. നമ്മുടെ മുകളിലൊരു ബട്ടർഫ്ലൈ അതിൻ്റെ മുകളിലാണ് നമ്മൾ വെക്കുന്നത്. ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തതിൻ്റെ മുകളിൽ. അപ്പോൾ അതുകൊണ്ട് അത് കാണാൻ പോകുന്നില്ല. ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു ബട്ടർഫ്ലൈ പോലെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ആ എടുത്തു വെച്ചിരിക്കുന്ന പീസ് തുണി ആദ്യം 2ആയിട്ടൊന്ന് മടക്കണം. എന്നിട്ട് 2 സൈഡിൽ നിന്ന്, ഞാനിപ്പോൾ ആ ചോക്കും കൊണ്ട് വരയ്ക്കുന്നത് പോലെ 2 സൈഡിൽ നിന്ന് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് നടുക്ക് കൊണ്ടുവന്ന് നിർത്തുക. അപ്പം നടുക്കൊരു ചെറിയ ഒരു ഹോള് വേണം കേട്ടോ. ഒരു 1.5 ഇഞ്ചിൻ്റെ ഒരു ഹോള് വേണം. അതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ടെടുക്കാനായിട്ടാണ്. തിരിച്ചിട്ടെടുക്കാനായിട്ട് നമുക്കൊരു 1.5 ഇഞ്ചോ 1 ഇഞ്ചോ ഉള്ള ഹോളൊന്ന് അവിടെ വെച്ചതിന് ശേഷം 2 സൈഡും അടിച്ചെടുക്കുക. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടായിരിക്കും. ഇനി നമുക്ക് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത ആ ഒരു ലൈൻ ഉണ്ടല്ലോ, അത് സെൻറ്ററിൽ വരാൻ പാകത്തിന് വെച്ചിട്ട് 2 സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ആ ചോക്കും കൊണ്ട് വരച്ച് കാണിച്ചു തരാം. ഈ ഒരു രീതിയിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഒരു സൈഡ് ഇപ്പുറത്തെ സൈഡും അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഡബിൾ സ്റ്റിച്ച് കൊടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും. അപ്പോൾ ഞാൻ 2 സൈഡും അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഹോള് കണ്ടോ, നമ്മളിപ്പോൾ ഇട്ട ഹോള്, ആ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ ഉള്ളിലുള്ള തുണി മുഴുവൻ പുറത്തേക്ക് എടുക്കണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ തയ്യൽ തുമ്പ് ഒന്നും തന്നെ വെളിയിൽ കാണില്ല. ഇനി നമ്മൾ ആ ഹോൾ അടയ്ക്കാനൊന്നും പോകേണ്ട ആവശ്യമില്ല. അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ. അത് നമ്മൾ ഹെയർ ബോയോട് ജോയിൻ ചെയ്യുമ്പോൾ അതങ്ങ് മറിഞ്ഞു പൊക്കോളും. ഇനി നമുക്കതിൻ്റെ സെൻറ്റർ ഒന്ന് നോക്കണം. സെൻറ്റർ ഒന്ന് 2ആയിട്ടൊന്ന് മടക്കിയതിന് ശേഷം അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക. സെൻറ്റർ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ സൂചി നൂലും വെച്ചിട്ട് ഒന്ന് റണ്ണിങ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അങ്ങനെയാകുമ്പോൾ നന്നായിട്ട് ഇങ്ങനെ ഞൊറിഞ്ഞിങ്ങനെ ഇരുന്നോളും. ഇനി ആ ഒരു നൂല് തന്നെ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടിക്കൊടുക്കുക. നമ്മൾ അതിൻ്റെ മുകളിൽ വേറെ പീസ് വെച്ചിട്ട് കവർ ചെയ്യുന്നൊന്നുമില്ല കേട്ടോ. സാധാരണ ബട്ടർഫ്ലൈ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ കവർ ചെയ്യാറുണ്ട്. ഞാനിപ്പോൾ ആ നൂല് വെച്ചിട്ട് തന്നെ നന്നായിട്ട് കെട്ടിക്കൊടുക്കുകയാണ്. ആ കെട്ടിക്കൊടുത്തതിന് ശേഷം അത് നമ്മുടെ ആ ഹെയർ ബോയുടെ നമ്മളിപ്പോൾ ജോയിൻ ചെയ്തേക്കണ എലാസ്റ്റിക് ജോയിൻ ചെയ്തേക്കണ ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അവിടെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. നല്ലോണം മുറുക്കത്തിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അഴിഞ്ഞു പോവാത്ത രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾക്കിതിൻ്റെ നടുക്ക് വേണമെങ്കിൽ ചെറിയ ഫ്ലവർ ലേസൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വയ്ക്കാം. ഞാനിപ്പോൾ ഒരു നീല കളറുള്ള ഒരു മുത്താണ് വയ്ക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു ബോയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.